തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനുകളിൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വിവരങ്ങൾ. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വോട്ടെടുപ്പ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. UDFന്റെ ദീപക് ജോയ്, അതോടൊപ്പം തന്നെ LDFന്റെ യേശുദാസ്, NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് T പത്മകുമാരി എന്നിവരാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. UDFന് ആകെ 47 സീറ്റുകളാണുള്ളത്. NDAക്ക് 6 സീറ്റുകൾ, LDFന് 22, ഒരു സ്വതന്ത്രൻ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 76 സീറ്റുകളാണ് കൊച്ചി കോർപ്പറേഷനിൽ മൊത്തത്തിൽ ഉള്ളത്. നിലവിൽ നേരത്തെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് UDFന്റെ VK മിനിമോൾക്കായിരുന്നു മേയർ തെരഞ്ഞെടുപ്പിൽ ബാസിൻ ബാബു എന്ന് പറയുന്ന സ്വതന്ത്രൻ വോട്ട് ചെയ്തത്, പിന്തുണ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും അത്തരമൊരു രീതിയായിരിക്കും ഉണ്ടാകുക, സ്വതന്ത്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്, അതായത് കേവല ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട്, UDFനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനവും കൈയടക്കുക. എന്തായാലും LDFനും NDAക്കും സ്ഥാനാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മത്സരം. നിലവിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ കളക്ടർ ആയിട്ടുള്ള G പ്രിയങ്കയാണ് ഭരണാധികാരി. ദീപക് ജോയിയാണ് നിലവിൽ ആദ്യ ടേം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ടേമിൽ KVP കൃഷ്ണകുമാർ, മൂന്നാമത്തെ ടേം അത് മുസ്ലിം ലീഗിന് കൊടുക്കാനായിട്ടാണ് ധാരണയായിട്ടുള്ളത്. കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിലും കേവല ഭൂരിപക്ഷവും നേടാനായ ഒരു സാഹചര്യത്തിലാണ് ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി അവരെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത്. പക്ഷേ അത് പിന്നീട് വലിയ രീതിയിൽ UDFനുള്ളിൽ ഘടകകക്ഷിയുടെ ഭിന്നതയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ജില്ലയിലെ ലീഗ് നേതൃത്വം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായിട്ട് സംസാരിച്ച്, UDF നേതൃത്വവുമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്തതിനു ശേഷമാണ് അവസാനത്തെ ഒരു വർഷം ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കാനായിട്ടുള്ള ധാരണ ആയിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. നീലിമ. രേഷ്മ, നേരത്തെ മേയറുടെ സത്യപ്രതിജ്ഞയ്ക്ക് കാത്തു നിൽക്കാതെ ദീപ്തി മേരി വർഗീസ് അവിടെ നിന്ന് പോകുന്ന സാഹചര്യമുണ്ടായി. ദീപ്തി തിരികെ എത്തിയോ? ഈ വോട്ടെടുപ്പിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നുണ്ടാകുമല്ലോ. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. കൗൺസിലുകളിലേക്കൊക്കെ എത്തി, നേരത്തെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മേയർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് മേയറെ അഭിനന്ദിച്ച ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് നിൽക്കാതെ, VK മിനിമോളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് നിൽക്കാതെ പെട്ടെന്ന് ധൃതിയിൽ ദീപ്തി മേരി വർഗീസ് പോവുകയായിരുന്നു. അക്കാര്യത്തിൽ ഒരു പക്ഷേ പ്രതികരണം മാധ്യമങ്ങൾ തേടുന്നുണ്ട്. ഈ ഒരു ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം DCC നേതൃത്വം പറഞ്ഞിട്ടുള്ളത് നേരത്തെ ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് DCC നേതൃത്വം നമ്മൾ അനൗദ്യോഗികമായിട്ട് നമ്മളോട് സംസാരിച്ച സമയത്ത് മറുപടി നൽകിയത്. എന്തായാലും അത്തരമൊരു പ്രവണത ഒരു അസംതൃപ്തിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് VK മിനിമോളിലേക്കും ഷൈനി മാത്യുവിലേക്കും മേയർ സ്ഥാനം പങ്കിടാമെന്നുള്ള ഒരു ധാരണയായ സമയത്ത് വെട്ടിയ പേരാണ് ദീപ്തി മേരി വർഗീസിന്റേത്. അത് സംബന്ധിച്ച് കൊച്ചിയിലെ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ വളരെ വലിയ ഗ്രൂപ്പ് വിഭാഗീയതയൊക്കെ തന്നെ ഉടലെടുത്തിരുന്നു. രേഷ്മ, ആ ഭിന്നതയ്ക്ക് ഒട്ടും തന്നെ അയവ് വന്നിട്ടില്ല എന്നല്ലേ നമുക്കിപ്പോൾ ദീപ്തിയുടെ ഈ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് നമ്മൾ കണ്ട ദീപ്തിയുടെ ആ നടപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല, ലത്തീൻ കത്തോലിക്ക സഭയുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുന്ന സാഹചര്യം, KC വേണുഗോപാലിന്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് VD സതീശൻ ഒരു തീരുമാനമെടുക്കുന്ന സാഹചര്യം. അപ്പോൾ VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള സമവാക്യം പോലും തെറ്റുന്ന വിധത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിലടക്കം നമ്മൾ കണ്ടതാണ്. KC വേണുഗോപാൽ അവസാന നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന സമീപനമെടുക്കുന്നു. പക്ഷേ തുടക്കം മുതൽ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുന്ന സ്ഥിതിയുമാണ്. നേരത്തെ ഈ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് പുതിയ തലമുറയിലേക്കൊക്കെ കൈമാറ്റം, ആ തലമുറ മാറ്റമൊക്കെ നടന്നത്. പക്ഷേ വളരെ കൃത്യമായി ഈ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള ഒരു പ്രശ്നം, അത് വരും നാളുകളിലും അങ്ങേയറ്റം സജീവമാകാനല്ലേ സാധ്യത? ഈ കൊച്ചി കോർപ്പറേഷൻ ഭരണം തന്നെ
അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക്, അതിനെ വികലമാക്കുന്ന രീതിയിലേക്കൊക്കെ ഈ ഗ്രൂപ്പ് പ്രവർത്തനം നീളാനുള്ള സാധ്യതയില്ലേ രേഷ്മ? അതെ നീലം, അതായത് നിലവിൽ തന്നെ ഈ ഒരു ആദ്യ ദിവസം തന്നെ കല്ലുകടി രൂപപ്പെട്ട് കഴിഞ്ഞു. ദീപ്തി മേരി വർഗീസിനെ അനുകൂലിക്കുന്ന പക്ഷം അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇത് സംബന്ധിച്ച് നേരത്തെ തങ്ങളുടെ അതൃപ്തി അറിയിച്ചതാണ്. പരസ്യ പ്രതികരണത്തിലേക്ക് വരെ മുതിർന്ന കോൺഗ്രസ് നേതാവായ അജയ് തറയിലും മാത്യു കുഴൽനാടനും നേരിട്ട് രംഗത്ത് വന്നു. കെ സി വേണുഗോപാൽ എടുത്ത നിലപാടെന്ന് പറയുന്നത് യോഗ്യത ദീപ്തി മേരി വർഗീസിനുണ്ട്, പക്ഷേ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിച്ച ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രേഷ്മ, തുടരൂ. അതെ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസ് 34 ഡിവിഷനിലാണ് പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയ സമയത്ത് തന്നെ പ്രചാരണത്തിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടിയത് ദീപ്തിയാണ്. പക്ഷേ തൊട്ടു പിന്നാലെ ഈ ഒരു വിജയം കൊയ്തതിന് ശേഷം ലത്തീൻ സഭയുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ദീപ്തിയെ വെട്ടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അത് കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത പുറത്തു കൊണ്ടുവന്നു. കോൺഗ്രസിലെ ചില ഗ്രൂപ്പ് നേതാക്കൾ AI ഗ്രൂപ്പുകളുടെ ധാരണ പ്രകാരമാണ് ദീപ്തിയെ വെട്ടിയതെന്നും KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തിക്ക് പകരം നേരത്തെ മുൻ കൗൺസിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ 3 തവണ കൗൺസിലർ സ്ഥാനം വഹിച്ചിട്ടുള്ള VK മിനിമോളെയും ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യുവിനെയും ഈ മേയർ സ്ഥാനം പങ്കിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർത്തു. അത് മാത്രമല്ല, ഇത് ലത്തീൻ സമുദായം എന്നുള്ള രീതിയിലാണ് VK മിനിമോളെയും അതോടൊപ്പം തന്നെ ഷൈനി മാത്യുവിനും അനുകൂലമായിട്ടുള്ള ഘടകമായിട്ട് മാറിയത്. പക്ഷേ ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാനായിട്ടുള്ള ഒരു സന്നദ്ധത ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും വഴങ്ങുകയായിരുന്നു. ആ ആക്ഷേപത്തിന് കാതൽ പകർന്ന ഒന്ന് തന്നെയായിരുന്നു ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങിയത്. എന്തായാലും പാർട്ടിയുടെ ഉത്തരവാദിത്വം എന്നുള്ളൊരു പാർട്ടി പ്രവർത്തക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2 വോട്ടെടുപ്പുകളിലും ദീപ്തി മേരി വർഗീസ് പങ്കെടുത്തു. പക്ഷേ അവരുടെ അതൃപ്തി നേരത്തെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പരിഭവമൊന്നുമില്ല, പക്ഷേ ഈ ഒരു ദിനത്തെ സന്തോഷത്തോടുകൂടി കാണുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ KPCCയുടെ സർക്കുലറൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ മേയർ സ്ഥാനം എന്നുള്ള കാര്യത്തിൽ പേരുകൾ വന്നിട്ടുള്ളത്, പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ട ആളുകൾ പ്രതികരിച്ചേ മതിയാകും എന്നുള്ള ഒരു നിലപാടാണ് ആദ്യഘട്ടം മുതൽ തന്നെ ദീപ്തി സ്വീകരിച്ചത്. അതിൽ ഇപ്പോഴും അയവൊന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊച്ചിയിലെ കോൺഗ്രസിനുള്ളിൽ വീണ്ടും പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകും. പരസ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ചില നേതാക്കളൊക്കെ തന്നെ. ഓക്കെ രേഷ്മ, നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. തിരുവനന്തപുരത്തും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആശാനാഥാണ്. കരുമം കൗൺസിലറാണ് ആശാനാഥ്. LDFന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി രാഖി രവികുമാറാണ്. UDFന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി മേരി പുഷ്പം. ഇങ്ങനെ 3 പേരാണ് ഈ മത്സര ചിത്രത്തിൽ കാണുന്നത്. പക്ഷേ ആശാനാഥിന് തന്നെയാണ് സാധ്യത. പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, അവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്, വിവരങ്ങൾ. നിലമ ആശാനാഥ് തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. കാരണം നിലവിൽ മേയർ സ്ഥാനാർത്ഥിയായി VV രാജേഷ് തിരുവനന്തപുരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം എന്നതും എല്ലാം സമാനമായ രീതിയിലുള്ള ഒരു വോട്ട് നിലയിലേക്ക് BJP എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് BJPയുടെ 50-ഉം സ്വതന്ത്രൻ്റെ 1 വോട്ടുമടക്കം 51 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തും എന്നുള്ള കാര്യത്തിലും ഈ ഘട്ടത്തിൽ തർക്കമൊന്നുമില്ല. നേരത്തെ നമ്മൾ കണ്ടതാണ് 2 വോട്ട് UDFന് കുറഞ്ഞ് 19 വോട്ടുണ്ടായിരുന്ന UDFന് 17 വോട്ടുകൾ മാത്രമാണ് അവരുടെ പക്കത്തിലേക്ക് എത്തിയത്. LDF അവരുടെ മുഴുവൻ വോട്ടുകളും കിട്ടുന്ന സാഹചര്യം ഉണ്ടായതാലും ഇപ്പോൾ ഡെപ്യൂട്ടി മേയറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു 4 മണിയോടെ തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഈ വോട്ടുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ അസാധുവാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിലവിലത്തെ സാധാരണഗതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയുള്ളൂ. രാവിലെ 2 വോട്ട് അസാധുവാകുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഡെപ്യൂട്ടി മേയറുടെ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി ആശാനാഥ് ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കുന്നതിന് ശേഷം പിന്നീട് തിരുവനന്തപുരത്തെ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചില വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലുള്ള നടപടികൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് വയോമിത്രം പദ്ധതിക്കായിട്ടുള്ള ആ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് മേയറുടെ ആദ്യ നടപടിയായി കണ്ടതാണ്. അതിനുശേഷം
തിരുവനന്തപുരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും പങ്കുവെക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ മേയറായി വി രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഈ ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് കൂടി തിരഞ്ഞെടുക്കപ്പെടുകയും അതിൻ്റെ സത്യപ്രതിജ്ഞ കൂടി പൂർത്തിയാകുമ്പോഴേക്കും തിരുവനന്തപുരത്തിൻ്റെ ഭരണമാറ്റത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ പുതിയ ദിശയിലേക്കുള്ള വികസന ദിശയിലേക്കുള്ള തിരുവനന്തപുരത്തിൻ്റെ പ്രയാണത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കം കൂടിയാകും. നാളെ മുതൽ തലസ്ഥാനത്തെ പുതിയ രീതിയിലുള്ള ഭരണക്രമം ഒരു ചരിത്രമായി BJPയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ കോർപ്പറേഷൻ ഭരണം, അത് വലിയ പ്രതീക്ഷയിലൂടെ തിരുവനന്തപുരം നഗരവാസികൾ നോക്കിക്കാണുന്നുണ്ട്. വലിയ വികസന സ്വപ്നങ്ങൾ അവർക്കുണ്ട്. അതിനൊപ്പം സഞ്ചരിക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് തിരുവനന്തപുരത്തെ നഗരവാസികളുള്ളത്. ഇനി ഏറ്റവും അടുത്തതായി അറിയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തലസ്ഥാനത്തേക്ക് എത്തും എന്നതടക്കമുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ജനം TV പുറത്തുവിട്ട ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ചില പരാതികളുമായൊക്കെ CPM രംഗത്ത് വരുന്നു. ഇന്നും സമാനമായ വിഷയങ്ങളൊക്കെ ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരുന്നു. അപ്പോഴും BJPയുടെ കൗൺസിലർമാർ മാത്രം ഹിന്ദു ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് മാത്രം പരാതിയായി CPM ഉയർത്തുകയും മറ്റ് ഇതര വിഭാഗങ്ങളുടെ നാമങ്ങളിൽ അല്ലെങ്കിൽ ദൈവങ്ങളുടെ നാമങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഒഴിവാക്കിയ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ സമാനമായ വർഗീയ നിലപാട് ഇന്നും ഈ ഈ മേയർ തെരഞ്ഞെടുപ്പ് ദിവസവും അത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20ഓളം BJP കൗൺസിലർമാരുടെ അവരുടെ വോട്ടുകൾ അംഗീകരിക്കരുത് എന്നുള്ളൊരു ആവശ്യവുമായി CPM മുന്നോട്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ അവസാന ദിവസവും CPM ചില കളികളൊക്കെ കളിച്ചുവെങ്കിലും ഒടുവിൽ BJP എല്ലാ രീതിയിലും ഒരു സർവാധിപത്യത്തോടെ തന്നെ അധികാരത്തിലേക്ക് എത്തുന്നു. അത് തിരുവനന്തപുരത്തിൻ്റെ പുതിയ വികസന ചരിത്രത്തിന് തുടക്കവുമാകുന്നു. ഇനി 4 മണിയോടെ ഡെപ്യൂട്ടി മേയർസ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാനും കഴിയും. നലിമ. പ്രജിത്ത്, ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയറാകാൻ പോകുന്ന ആശാനാഥിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. വളരെ അപ്രതീക്ഷിതമായി 2017 തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങിയ ഡിഗ്രിക്കാരിയാണ്. ആ ഡിഗ്രിക്കാരി പെൺകുട്ടിയാണ് ഇപ്പോൾ 8 വർഷത്തിനിപ്പുറം നമ്മൾ ഡെപ്യൂട്ടി മേയറായി കാണാൻ പോകുന്നത്. തീർച്ചയായും ABVP-യിലൂടെ കടന്നു വന്ന് എല്ലാ സമരരംഗങ്ങളിലും BJP ഉയർത്തിയ എല്ലാ സമരരംഗങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു. BJPയുടെ മുൻനിര നേതാവായി തലസ്ഥാനം അംഗീകരിക്കപ്പെട്ട നേതാവ് കൂടിയാണ് ആശാനാഥ്. ആശാനാഥിൻ്റെ കാര്യത്തിലേക്ക് കൂടി നമുക്കൊന്ന് കടന്നു പോകേണ്ടതുണ്ട്. ഒരു ദളിത് മുഖം കൂടിയാണ് ആശാനാഥ്. പ്രജിത്ത്. നിലമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അമ്മാവൻ്റെ മരണത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക്, വാർഡ് കൗൺസിലർ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ആശാനാഥ് ശ്രദ്ധിക്കപ്പെടുന്നതും ആശാനാഥിനെ അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് തുടർച്ചയായ വിജയങ്ങളിലൂടെ ആശാനാഥ് BJP മുന്നോട്ട് വെച്ച വിശ്വാസം കാത്തുരക്ഷിക്കുകയും ചെയ്തു. പിന്നീട് പല വാർഡുകളിൽ മാറി മാറി മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും അടുത്തൊരു വാർഡിലേക്ക്, നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്ന വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മാറി മത്സരിക്കുമ്പോഴും അവർ ആ വിജയം തുടർച്ചയായി കൊയ്യുകയും ചെയ്യുന്നു. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ അറിയപ്പെടുന്ന യുവമുഖങ്ങളിലൊന്നായി ആശാനാഥ് വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിചയസമ്പന്നതയ്ക്കും ഒരേ സമയം യുവത്വത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒന്ന് മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് വി രാജേഷ് കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ മുഖം, BJPയുടെ തന്നെ വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ മുഖമായി വരുന്നു. ജില്ലാ പ്രസിഡന്റായിരുന്ന BJP തിരുവനന്തപുരത്തിൻ്റെ, അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന തലത്തിൽ ചുമതല വഹിക്കുന്നു. ABVP-യുടെ പലവിധ സമരങ്ങളിലുമൊക്കെ പങ്കെടുത്ത ഒരാൾ. അങ്ങനെ രാഷ്ട്രീയ കേരളത്തിലെ അറിയപ്പെടുന്ന വളരെ പരിചയസമ്പന്നരായുള്ള ഒരാൾ മേയറായി വരുന്നു. അതേസമയം യുവമുഖമായി ആശാനാഥ് കൂടി മേയറായി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ കരിമം വാർഡിൽ നിന്നുള്ള ആശാനാഥ് കൂടി വരികയാണ്. അപ്പോൾ ഒരേ സമയം പരിചയസമ്പന്നതയ്ക്കും യുവത്വത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും BJP തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇക്കാര്യത്തിലുണ്ട്. അതിൽ ആശാനാഥിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഒന്ന് വളരെ ഈ പറയുന്ന രീതിയിൽ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മൂലയിലും ഇപ്പോൾ അറിയപ്പെടുന്ന ഒരാൾ, വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫേസായി മാറി, BJPയുടെ തലസ്ഥാനത്ത് ഒരു ഫേസായി മാറിയ നേതാവ് കൂടിയാണ് ആശാനാഥ്. ഒരു വനിത എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ ഒരു യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ സ്വീകാര്യത അവർക്ക് പലയിടത്തും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് ആശാനാഥ് എന്നുള്ളത് വിളിക്കുന്നു. അപ്പോൾ ഒരേ സമയം യുവത്വവും ഒരേ സമയം പരിചയസമ്പന്നതയുമുള്ള ഒരു നേതൃത്വം തലസ്ഥാനത്തിന് പുതിയതായി ലഭിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. നീലിമ. എപ്പോഴാണ് ഈ വോട്ടെടുപ്പ് അവസാനിക്കുക? ഒരു സമയക്രമമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാകുമല്ലോ. നിലമ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 മണിയോടെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കും. അതിനുശേഷം
ഈ എത്ര വോട്ട് ഓരോരുത്തർക്കും ലഭ്യമായി എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അപ്പോഴേക്കും മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിക്കും. തുടർന്ന് മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലി നൽകും. അങ്ങനെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് സത്യവാചകം ചൊല്ലി നൽകുകയും അവർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തതോടുകൂടി ഡെപ്യൂട്ടി മേയറുടെ സത്യപ്രതിജ്ഞ കൂടി അവസാനിക്കും. അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുവരും ഇന്ന് BJP ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 മണിയോടെ ഈ വോട്ടെടുപ്പ് അവസാനിക്കും. നീലിമ. ഒപ്പം തന്നെ വി വി രാജേഷ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 3 വർഷത്തിനുള്ളിൽ ഈ തിരുവനന്തപുരം നഗരത്തെ വൻ വികസനത്തിലേക്ക് നയിക്കും. വലിയൊരു നഗരമായി തിരുവനന്തപുരം നഗരത്തെ വാർത്തെടുക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ BJP ആവിഷ്കരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, വയോമിത്രം പദ്ധതിക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ആദ്യ ഫയൽ ഒപ്പിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്താണ് BJP മുന്നോട്ട് വെക്കുന്ന ഒരു വികസന രേഖ, വികസന ചിത്രം? പ്രജിത്ത്. നിലിമ, തലസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിലുള്ള BJPയുടെ പദ്ധതികൾ ഇനിയും കൃത്യമായി അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ നമുക്ക് പൂർണ്ണമായും വ്യക്തത പറയാൻ കഴിയില്ല. കാരണം തലസ്ഥാനത്തെ ഓരോ വാർഡ് തലത്തിലേക്കും എത്തുന്ന വികസന പദ്ധതികൾ ഉണ്ടാകുമെന്നുള്ളത് BJP നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ പ്രകടന പത്രികയിലടക്കം മുന്നോട്ട് വയ്ക്കുന്ന പലവിധമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഇതുവരെ നഗരം കാണാത്ത രീതിയിൽ ഓരോ വാർഡ് തലത്തിലേക്കും ഇപ്പോൾ എവിടെയെങ്കിലും ഒരു തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു വികസന പ്രവർത്തനമല്ല BJP ഉദ്ദേശിക്കുന്നത്. ഓരോ വാർഡ് തലത്തിലും ആ വാർഡിനെ സംബന്ധിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കുടിവെള്ള പ്രശ്നമാണെങ്കിൽ അങ്ങനെ, റോഡിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ, അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിൽ അതെല്ലാം പരിഹരിക്കണം എന്നുള്ള ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി തലസ്ഥാനത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന കുടിവെള്ള പ്രശ്നം ഇപ്പോഴും അതിനൊരു ശാശ്വത പരിഹാരം വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. പലപ്പോഴും പലയിടത്തും പൈപ്പ് പൊട്ടുന്നതും അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടൊക്കെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിവസവും കുടിവെള്ളം നിലയ്ക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ഓരോ വാർഡിലുമുള്ള പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാകുന്ന വികസനം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ദക്ഷിണേന്ത്യയുടെ തന്നെ ഒരു ഹബ്ബാക്കി മാറ്റുന്ന, ഒരു ഡെവലപ്മെൻറ്റ് ഹബ്ബാക്കി മാറ്റുന്ന ആ ഒരു രീതിയിലേക്കുള്ള ഒരു സാമ്പത്തിക തലസ്ഥാനമൊക്കെ ആക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ തലസ്ഥാനത്തിന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അത്തരം കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളുണ്ടാകും. അതിനോട് ചേർന്ന് നിൽക്കുന്ന വികസന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ തുടക്കം അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുള്ള സഹായമായി തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ വയോമിത്രം പദ്ധതിയുടെ ഒരു ഒപ്പുവെച്ചതിലൂടെ അതിൻ്റെ 50 ലക്ഷം രൂപ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ നടപടിയിലൂടെ മേയർ മുന്നോട്ട് വയ്ക്കുന്നതും അത് തന്നെയാണ് ഇന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലയിടങ്ങളിലും സംഭവിക്കുന്നത് പോലെയുള്ള വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് വലിയ പദ്ധതികളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പരിഗണന നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും പരിഗണന എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ നടപടിയിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സാധാരണ ജനങ്ങളിൽ നിന്ന് അതിനോട് ശേഷം വലിയ പദ്ധതികളിലേക്ക് പോകുന്ന തരത്തിലുള്ള നിരവധി പദ്ധതികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത. അതിലേറ്റവും പ്രധാനമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തി ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പുതിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന വലിയ പദ്ധതികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് മെട്രോ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെയുള്ള നിരവധി പദ്ധതികൾ വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്ന ഭാഗങ്ങളിൽ കൂടുതൽ പുതിയ വ്യാവസായിക സംരംഭങ്ങളും മറ്റു പദ്ധതികളും ഒക്കെ വരേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സമഗ്രമായ നഗരവികസന പദ്ധതികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടുമെന്ന കാര്യത്തിലും തർക്കമില്ല. നീലിമ. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് രേഷ്മ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രേഷ്മ, അവിടെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഈ LDF UDF മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷൻ, അവിടെ കാര്യമായ ഒരു വികസന പ്രവർത്തനവും കഴിഞ്ഞ കാലത്തും ഉണ്ടായിട്ടില്ല, മുൻപും ഉണ്ടായിട്ടില്ല. ഹൈക്കോടതി പോലും പല ഘട്ടങ്ങളിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും എന്താണ് അവിടെ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്? നീലിമ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. ബാസ്റ്റിൻ ബാബു, അതായത് ചുള്ളിക്കൽ ഡിവിഷനിലെ ബാസ്റ്റിൻ ബാബു, സ്വതന്ത്രനായിട്ടുള്ള UDFന്റെ വിമതനായിട്ട് മത്സരിച്ച് വിജയിച്ച ബാസ്റ്റിൻ ബാബുവിന്റെ വോട്ട് ദീപക് ചോയ്ക്കാണ്. UDFന്റെ ദീപക് ചോയ്ക്ക് ബാസ്റ്റിൻ ബാബു വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച പോലെ തന്നെ 47
നിലവിൽ UDFന്റെ സീറ്റ് നില, അതോടൊപ്പം തന്നെ ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണ ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ വോട്ടും എണ്ണിത്തീർന്നിട്ടില്ല. NDAയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് G. പത്മകുമാരിയാണ്. LDFന്റേത് യേശുദാസും. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ LDFന്റെ ഭരണത്തിലായിരുന്നു കൊച്ചി കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള പാളിച്ചകൾ, പരാജയങ്ങൾ ഒക്കെ തന്നെ LDFന്റെ ഭരണത്തിൽ ഉണ്ടായിരുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്രശ്നമാണെങ്കിലും അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങൾ, മലിനജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അതിൽ ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിൽ കോർപ്പറേഷന് വലിയ രീതിയിൽ വീഴ്ചയുണ്ടായി. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്ന് പോലും വിമർശനം നേരിടേണ്ടി വന്നു. ഇതൊക്കെ തന്നെയാണ് ഇത്തവണ ഇടത് അതിന് വലിയ രീതിയിൽ തിരിച്ചടി നൽകിക്കൊണ്ട് അവരുടെ കഴിഞ്ഞ തവണ 34 സീറ്റ് വാങ്ങിയെടുത്ത ഇടത് LDF ഇത്തവണ 22 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. 42 എന്നുള്ള സീറ്റ് നിലയാണ് കോൺഗ്രസിനുള്ളത്. 3 മുസ്ലിം ലീഗ് ആൾക്കാരും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളും ജയിച്ചു കയറി. ഒരു കേരള കോൺഗ്രസ്സുകാരനും കൊണ്ട് അങ്ങനെ മൊത്തത്തിൽ UDFന്റെ സീറ്റ് നില എന്ന് പറയുന്നത് 47 എന്തായാലും UDFന്റേതാണ് ഭരണം. VK മിനിമോൾ മേയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ അവസാനഘട്ട ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഒരു സ്വതന്ത്രൻ UDFന്റെ വിമതനായിട്ട് 73 ഡിവിഷനിൽ നിന്ന് ചുള്ളിക്കൽ ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന ബാസ്റ്റിൻ ബാബുവിന്റെ പിന്തുണയും വോട്ടും UDFന് തന്നെയായിരുന്നു. മേയർ സ്ഥാനത്ത് VK മിനിമോളെ പിന്തുണച്ചതുപോലെ വോട്ട് രേഖപ്പെടുത്തിയതുപോലെ ദീപക് ജോഷിക്കും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവസാനഘട്ട ഫലപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നടന്നെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഈ ചരിത്ര വിജയം, അല്ലെങ്കിൽ കോൺഗ്രസ് വലിയ രീതിയിൽ വിജയം കൊയ്തുവെങ്കിലും പടലപ്പിണക്കങ്ങളുടെയും ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങളുടെയും ഒക്കെ തന്നെ അതിപ്രസരം ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉണ്ടായിരുന്നു. കൊച്ചിയിലെ കോൺഗ്രസ് തന്നെ വലിയ രീതിയിൽ വിഭാഗീയത ഉടലെടുത്തത് കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചയിലായിരുന്നു, അതിന്റെ തർക്കത്തിലായിരുന്നു. ഇന്ന് അതിന്റെ മറ്റൊരു രീതിയിലുള്ള ചില പ്രകടനങ്ങൾ കൂടി നമ്മൾ കാണേണ്ടി വന്നു. VK മിനിമോളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാതെ ദീപ്തി മേരി വർഗീസ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ വിജ്ഞാപനം ഇറങ്ങി പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ UDF ഉയർത്തിക്കാട്ടിയ ഒരു മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ദീപ്തി മേരി വർഗീസ്. ആ ദീപ്തിയെ വെട്ടി VK മിനിമോളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നപ്പോൾ VK മിനിമോളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാതെ ദീപ്തി മേരി വർഗീസ് പോയ ഒരു സംഭവം, അങ്ങനെ നിരവധി നാടകീയ രംഗങ്ങൾക്ക് ഇന്ന് കൊച്ചി കോർപ്പറേഷൻ സാക്ഷിയായി. അതോടൊപ്പം തന്നെ കൗൺസിൽ ചട്ടങ്ങൾ പുതിയ മേയർ ലംഘിച്ചു എന്നുള്ള ആരോപണവും ആക്ഷേപവുമായിട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ, അതായത് LDFന്റെ കൗൺസിലർമാർ രംഗത്ത് വന്നു. എന്തായാലും അന്തിമഘട്ട വോട്ട് എണ്ണൽ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായിട്ട് ഫലപ്രഖ്യാപനം ഉണ്ടാകും. നിരവധി പടലപ്പടക്കങ്ങൾക്കും ഗ്രൂപ്പ് പോരുകൾക്കും ഒടുവിൽ കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തിനുള്ള പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും ആരംഭിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.